റോമാലേഖനം 27 22 വാക്യം വായിക്കുമ്പോൾ, ഉള്ളം കൊണ്ട് ഞാൻ ന്യായപ്രമാണത്തിൽ രസിക്കുന്നുവെങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. ഉള്ളം കൊണ്ട് രസിക്കുന്ന ഒരു പ്രമാണമുണ്ട്, അപ്പോൾ തന്നെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം നമ്മുടെ അവയവങ്ങളിലുമുണ്ട്. രണ്ട് വിധമായ പ്രമാണങ്ങളാണ് നമ്മളെ നയിക്കുവാൻ ശ്രമിക്കുന്നത്. ഒന്ന് ജഡമനുഷ്യൻ സംബന്ധിച്ചും മറ്റൊന്ന് ആത്മമനുഷ്യൻ സംബന്ധിച്ചും. ഒന്ന് ദൃശ്യമായത്, മറ്റൊന്ന് അദൃശ്യമായത്. ഒന്ന് താൽക്കാലികം, മറ്റൊന്ന് നിത്യം. ഒന്ന് ഭൗമികം, മറ്റൊന്ന് സ്വർഗീയം. സ്തോത്രം. രണ്ട് വ്യത്യസ്ത മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഈ ഭൂമിയിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ നമുക്ക് മാതൃക കാട്ടി നൽകിയ ആ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു 2:6. സ്തോത്രം. പത്രോസിന്റെ ലേഖനത്തിൽ 2:21 കാണാം, അവന്റെ കാൽപാദങ്ങളെ പിന്തുടരേണ്ടതിന് നമുക്കൊരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. ആ വഴിയിലൂടെ അല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുകയില്ല. ആ ഒരൊറ്റ വഴിയുള്ളൂ തേജസ്സിലേക്കുള്ള വഴി. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ തേജസ്കരണം പ്രാപിപ്പാൻ. ഞങ്ങൾ പാർക്കുന്ന ട്രിവാൻഡ്രം ജില്ലയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ, കുറ്റിച്ചൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഞാൻ ഇപ്പോൾ 28 വർഷമായി ഇവിടെ വന്ന് സ്ഥലം കണ്ടെത്തി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു പ്രവർത്തനം ആരംഭിച്ചു. കർത്താവിൻ്റെ കരുണയാൽ ഇവിടെ ഒരു ലോക്കൽ ഒരു സ്വതന്ത്ര സഭ ഇങ്ങനെ നടത്തി വരുന്നു. സ്തോത്രം. 64 കുടുംബങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയം. സ്തോത്രം. നമുക്ക് കട്ടിയായിട്ടുള്ള ആഹാരം ഇന്ന് രാത്രി നമുക്ക് ഭക്ഷിക്കാം. സ്തോത്രം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി വേണം നമ്മൾ കർത്താവിൻ്റെ വചനത്തുമ്പാകെ ആയിരിക്കാൻ. പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്ത വചനങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുക മാത്രമാണ് എൻ്റെ കടപ്പാട്. സ്തോത്രം. ആ വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തനം നടത്തുവാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. രണ്ട് വിധമായ പ്രമാണങ്ങൾ, സമ്മിശ്രമായ പ്രമാണങ്ങൾ. ഒന്ന് ഉള്ളം കൊണ്ട് രസിക്കുന്ന ഒരു സ്വർഗീയ പ്രമാണം, മറ്റൊന്ന് അവയവങ്ങളിൽ വെളിപ്പെടുന്ന മറ്റൊരു പ്രമാണം. ഒന്ന് സ്വർഗീയം, മറ്റൊന്ന് ലൗകികം. സ്തോത്രം. ഈ രണ്ട് പ്രമാണങ്ങളെ തിരിച്ചറിയുന്നത് സത്യത്തിൻ്റെ ആത്മാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ മാത്രമാണ്. സ്തോത്രം. വേദപുസ്തകം മുഴുവനും കാണാപ്പാടമാക്കിയാലും യേശുവിൻ്റെ ജീവിതം എന്തായിരുന്നുവെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ലോകത്തിൽ ധാരാളം ജ്ഞാനികളുണ്ട്, അല്ലേ? രാഷ്ട്രീയക്കാർ തന്നെ ബൈബിൾ നന്നായിട്ട് പറയുന്ന ധാരാളം രാഷ്ട്രീയക്കാരുമുണ്ട്. പക്ഷെ അവർക്കാർക്കും യേശുവിൻ്റെ ജീവിതം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അവർക്ക് ആ ജീവിതം വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ അപ്പോൾ അവർ ആയിരിക്കുന്ന പശ്ചാത്തലം വിട്ട് അവർ പോഷന്മാരായി കർത്താവിൻ്റെ മുഖം ഏറ്റുവാങ്ങുവാൻ ഇടയാകും. എന്നാൽ ഇന്നും ലൗകികമായതിൽ ആശ്രയിച്ച് ഒരു മുമ്പോട്ട് പോകുമ്പോൾ ഓർത്തോളണമേ, പഴയ